കേരളത്തിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി തീയതി തീരുന്നതിന് 30 ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ അതിനുശേഷം ഒരു വർഷത്തെ ഗ്രേസ് പീരീഡിനുള്ളിൽ പുതുക്കുക. ഇത് ഓൺലൈനായി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് പരിവാഹൻ സേവാ പോർട്ടൽ വഴി ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ ലൈസൻസ് കാലാവധി തീർന്നതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ പുതുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഓൺലൈനായി അപേക്ഷിക്കാം. അതിനുവേണ്ട രേഖകൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി, പരിവാഹൻ സേവാ പോർട്ടൽ വഴി എടുക്കാവുന്ന അപ്ലിക്കേഷൻ ഫോം 2, ഫോട്ടോ, തിരിച്ചറിയൽ രേഖ എന്നിവയാണ്. ഇനി നിങ്ങൾ പുതുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം 1A ആവശ്യമാണ്. അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഫോർ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രൈവിംഗ് എന്ന ഒരു ഫോം കൂടിയുണ്ട്. അതും ഡൗൺലോഡ് ചെയ്ത് ഒരു അംഗീകൃത ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ വഴി അപേക്ഷാ ഫീസും സർവീസ് ചാർജും അടക്കുക. നിങ്ങളുടെ ലൈസൻസ് കാലാവധി തീരുന്നതിന് ശേഷം 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ 200 രൂപ റിന്യൂവൽ ഫീയായും 200 രൂപ സർവീസ് ചാർജ് ആയും അടച്ചാൽ മതി. 30 ദിവസത്തിനു ശേഷം ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ 300 രൂപ റിന്യൂവൽ ഫീയായും 200 രൂപ സർവീസ് ചാർജ് ആയും അടക്കണം. ഇനി ഇത് ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിളിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം വരുന്ന പരിവാഹൻ.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ടോപ്പ് മെനു ഓപ്ഷനിൽ ഓൺലൈൻ സർവീസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓപ്പൺ ആകുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ റിന്യൂവൽ ഓഫ് DL എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ക്യാപ്ച കോഡ് എന്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആവശ്യമായ ഫോം ഫിൽ ചെയ്യുക. തിരിച്ചറിയൽ രേഖ അപ്ലോഡ് ചെയ്യുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ സ്കാൻ ചെയ്ത കോപ്പികളും അപ്ലോഡ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ബാധകമായ ഫീസ് കാണിക്കും. അതിൽ നിന്നും ഫീസും അടക്കാവുന്നതാണ്. അതിനുശേഷം അതിന്റെ ഫയൽ നിങ്ങൾ സേവ് ചെയ്തു വെക്കുക. ഇനി നിങ്ങൾ ഒരു വർഷത്തിനു ശേഷമാണ് പുതുക്കാൻ അപേക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ലേറ്റ് ഫീസ് 1000 രൂപ കൂടി അടയ്ക്കണം. കൂടാതെ നിങ്ങൾ വീണ്ടും ലേണേഴ്സ് ലൈസൻസ് എടുക്കണം. ഫോം 3 ആണ് കിട്ടുന്നത്. അതിന് ലേണേഴ്സ് ടെസ്റ്റ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഓൺലൈനായി തന്നെ നേരത്തെ ചെയ്തതിൽ തന്നെ അഡീഷണലായി ഇതിനു കൂടി അപ്ലൈ ചെയ്യുക. ലേണേഴ്സ് ലൈസൻസ് അപ്രൂവൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാം. അപ്രൂവൽ ആയതിനു ശേഷം അത് ഡൗൺലോഡ് ചെയ്തു വെക്കുക. ലേണേഴ്സ് ലൈസൻസ് കിട്ടിയതിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം. സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പരിവാഹൻ സൈറ്റിൽ തന്നെ അപ്പോയിന്റ്മെന്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ സ്ലോട്ട് ബുക്കിംഗ് എന്ന മെനു ലിങ്കിൽ നിന്നും DL ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, വെരിഫിക്കേഷൻ കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അടുത്ത പേജിൽ അവൈലബിൾ ഡേറ്റ് കാണിക്കും. അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൺഫേം ആയതിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റിൽ തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുക. നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് പോകുന്നത് എങ്കിൽ വണ്ടിയുടെ എല്ലാ ഡോക്യുമെന്റും കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോം 2, ഫോം 1A, ഡോക്ടർ സൈൻ ചെയ്തത്, സർട്ടിഫിക്കറ്റ് ഫോർ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രൈവിംഗ്, ഇതും ഡോക്ടർ സൈൻ ചെയ്തത്, പേയ്മെന്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ലേണേഴ്സ് ലൈസൻസ്, സ്ലോട്ട് ബുക്കിംഗിന്റെ ഡീറ്റെയിൽസ് എന്നിവയും കയ്യിൽ കരുതുക. നിങ്ങൾ ടെസ്റ്റിന് പോകുന്നതിനു മുൻപ് നിങ്ങളുടെ RTO ഓഫീസിൽ വെച്ച് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ നിർബന്ധമായും പങ്കെടുക്കണം. ക്ലാസിന് ശേഷം നിങ്ങൾ അവിടെയുള്ള ഓഫീസറുടെ പക്കൽ നിന്നും ലേണേഴ്സ് സർട്ടിഫിക്കറ്റിൽ സിഗ്നേച്ചർ വാങ്ങിയിട്ട് വേണം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുവാൻ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.